സ്വകാര്യ ബസ് സമരത്തിൽ പ്രതികരണവുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. രാവിലെ എഴുന്നേറ്റ് കൺസെഷൻ വർദ്ധിപ്പിക്കാനാവില്ല. കൺസെഷൻ വർധനവ് സംബന്ധിച്ച് റിപ്പോർട്ട് ലഭിച്ചു. ഇത് പരിശോധിക്കും. സ്പീഡ് ഗവർണർ ഒഴിവാക്കണമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. GPS ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, പറയൂ. രോഹിണി, ഇന്ന് സംസ്ഥാനത്ത് പണിമുടക്കുന്ന പ്രൈവറ്റ് ബസ് സമരത്തെയും മന്ത്രി ഗണേഷ് കുമാർ തള്ളുന്നുണ്ട്. ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നതാണ് മന്ത്രി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. മന്ത്രി അതിൽ പ്രധാനമായും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നാളെ നടക്കുന്ന പൊതുപണിമുടക്കാണ്. അതിൽ KSRTC ജീവനക്കാർ പണിമുടക്കില്ല എന്നതാണ് മന്ത്രിയുടെ ഒരു പ്രഖ്യാപനമായി ഉണ്ടാകുന്നത്. മന്ത്രി അതിൽ പറയുന്നത് തന്നെ, അവിടെ പ്രവർത്തിക്കുന്ന റഫറണ്ടം ഉള്ളതും അല്ലാത്തതുമായ ഒരു യൂണിയനുകളും നിലവിൽ പണിമുടക്കിന് വേണ്ടി ഒരു പണിമുടക്കിന് ഇതും തന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ നിലവിൽ മന്ത്രി പറയുന്നത്. പക്ഷെ അതിനെ പൂർണ്ണമായും ഇപ്പോൾ CPIയുടെ തൊഴിലാളി സംഘടന, അതായത് ഭരണാനുകൂല തൊഴിലാളി സംഘടനയായ AITUC തന്നെ തള്ളുന്നുണ്ട്. AITUC പണിമുടക്കിന് നോട്ടീസ് നൽകിയതടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് അവർ മന്ത്രിയുടെ വാദത്തെ തള്ളിക്കളയുന്നത്. അതിൽ അവർ പണിമുടക്കിന് നോട്ടീസ് നൽകിയതും ആവശ്യങ്ങൾ ഉന്നയിച്ചതുമെല്ലാം തന്നെ അവർ വിശദമായി പറയുന്നുമുണ്ട്. മന്ത്രിക്ക് നൽകിയ, അതായത് മാനേജ്മെന്റിന് CMDക്ക് നൽകിയ ആ ഉത്തരവിൽ ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഈ നോട്ടീസ് നൽകുന്നത് 25/6/2025 ഈ മന്ത്രിക്ക്, അതായത് CMDക്കാണ് നോട്ടീസ് നൽകുന്നത്. നോട്ടീസിൽ ഇങ്ങനെയാണ് പറയുന്നത്: വ്യാവസായിക തൊഴിൽ തർക്ക നിയമം സെക്ഷൻ 22(1) പ്രകാരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC സംഘടന 25/2025 ജൂലൈ 8 അർദ്ധരാത്രി 12 മണി മുതൽ ജൂലൈ 9 അർദ്ധരാത്രി 12 മണി വരെ 24 മണിക്കൂർ സൂചനാ പണിമുടക്ക് നടത്തുന്നു. ഈ വിവരം അറിയിക്കുന്നു എന്നതാണ് ആവശ്യങ്ങളായി ചേർക്കുന്നത്. ഒന്ന്, ലേബർ കമ്മീഷന് ആ പകർപ്പ് നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പണിമുടക്ക് ആവശ്യങ്ങളായി ഉയർത്തുന്നത് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക, പൊതുമേഖലയിലെ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന നിർത്തിവെക്കുക, നിശ്ചിത കരാർ തൊഴിലാളികൾക്ക് പുനർനിർമ്മിച്ച് അവസരം നൽകുക, എല്ലാ സ്കീം വർക്കേഴ്സിനും നിയമപരമായി തൊഴിലാളികളായി അംഗീകരിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, മോട്ടോർ വാഹന ഭേദഗതി നിയമം പിൻവലിക്കുക, പൊതുമേഖലയിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ കേന്ദ്ര മൂലധനം നിഷേധിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, സംസ്ഥാന സർക്കാരിന്റെ നിയമപരമായ അവകാശപ്പെട്ട നികുതി വിധം അനുവദിക്കുക, കർഷക സമരത്തിന്റെ ഭാഗമായ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ പണിമുടക്കിന് നോട്ടീസ് നൽകിയത്. പക്ഷെ മന്ത്രി പറഞ്ഞത് വാദം തെറ്റാണ് എന്നതാണ് ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്. അതെ, ശരി. അഖിൽ, സുധീഷ് ഗോപാൽ കൂടി ചേരുന്നുണ്ട്. സുധീഷ്, ഗതാഗത മന്ത്രിയെ തള്ളിയിരിക്കുകയാണല്ലോ AITUC. തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന് നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ള മന്ത്രിയുടെ വാദം തെറ്റ് എന്നാണ് AITUC തന്നെ പറയുന്നത്. എങ്ങനെ കാണാം? രോഹിണി, ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇന്നത്തെ സ്വകാര്യ ബസ് പണിമുടക്കുമായി ബന്ധപ്പെട്ടാണ് പ്രതികരിച്ചത്. അതിൽ നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ളതല്ല ഏറ്റവും പ്രധാനമായി പറയുന്നത്. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്നും തന്നെ അത് പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുന്നതല്ല എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ അതോടൊപ്പം പറയുന്നത്, ഒരു തരത്തിലും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കൺസെഷൻ ചാർജ് കൂട്ടാൻ സാധിക്കില്ല എന്ന് പറയുന്നു. എന്നാൽ ഒരു വർഷത്തിലധികമായി ഈ സംഘടനകൾ, സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ സംഘടനകളെല്ലാം തന്നെ ഗതാഗത മന്ത്രിയുമായി ഇത് സംബന്ധിച്ച് കത്തിടപാടുകൾ നടത്തുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും കെ.ബി. ഗണേഷ് കുമാർ തയ്യാറായിരുന്നില്ല. ഇപ്പോഴും ഈ സൂചനാ പണിമുടക്ക് നടത്തുമ്പോഴും അവർ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനുമായി ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കാമെന്നതാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടോ അതോടൊപ്പം തന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും വരുത്താതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിലവിൽ ആഭ്യന്തര വകുപ്പിന് പണമുണ്ടാക്കാനുള്ള ഒരു സംവിധാനമായി മാത്രം മാറുന്നു എന്നതാണ് സ്വകാര്യ ബസ് ഉടമകളുടെ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു ജീവനക്കാരനെ പുറത്തു നിർത്തിയാൽ അതിനെതിരെ സമരം ചെയ്ത് ബസ് തല്ലിപ്പൊളിക്കാൻ വരുന്നത് ഇതേ ഭരണകക്ഷിയിൽപ്പെട്ട തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അതിന് നേരെ കണ്ണടച്ചുകൊണ്ട് അതിനെ പുച്ഛിക്കുന്ന ഒരു സമീപനമാണ് ഗതാഗത മന്ത്രി സ്വീകരിക്കുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നാളത്തെ പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ AITUC പോലത്തെ സംഘടനകൾ അത് നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിൽ ഗതാഗത മന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വിശ്വാസയോഗ്യമല്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടിയും വരും. രോഹിണി, ശരി. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.